ക്ഷീരപഥത്തിലെ അനേകം കോടി നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൗരയൂഥം, അതിന്റെ കേന്ദ്രബിന്ദുവായ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ. ഈ 8 ഗ്രഹങ്ങളിൽ നമുക്കറിയുന്നിടത്തോളം ജീവന്റെ സാന്നിധ്യമുള്ള ഒരേയൊരു ഗ്രഹം നമ്മുടെ ഭൂമിയാണ്. സൂര്യനിൽ നിന്നും ഒരു ജ്യോതിർമാത്ര അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, ജലത്താൽ ചുറ്റപ്പെട്ട ഗ്രഹം, ദി ബ്ലൂ പ്ലാനറ്റ് എന്ന വിശേഷണമുള്ള നമ്മുടെ കൊച്ചു ഭൂമി. ദ്രവരൂപത്തിലുള്ള ജലമണ്ഡലവും ഫലകചലനങ്ങളും ഏകദേശം 21% സ്വതന്ത്ര ഓക്സിജനും അടങ്ങിയ അന്തരീക്ഷവും ഭൂമിയുടെ മാത്രം പ്രത്യേകതകളാണ്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമായ നമ്മുടെ ഭൂമിക്ക് ഏകദേശം 454 കോടി വർഷം പ്രായമുണ്ട്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങൾക്ക് സമാനമായി ഭൂമിയും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡിൽ 29.78 കിലോമീറ്റർ എന്ന വേഗതയിൽ 365.25 ദിവസങ്ങൾ കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഇതിനു പുറമെ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലേക്ക് 24 മണിക്കൂറിൽ സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണവും പൂർത്തിയാക്കുന്നുണ്ട്. പരിക്രമണ തലത്തിന്റെ ലംബവുമായി 23.4 ഡിഗ്രിയുടെ ചെരിവാണ് ഭൂമിയുടെ അച്ചുതണ്ടിനുള്ളത്. നിശ്ചിത വേഗതയിലും ദിശയിലുമുള്ള ഈ ഭ്രമണവും പരിക്രമണവും ഭൂമിയിൽ ദിനരാത്രങ്ങളും വ്യത്യസ്ത ഋതുക്കളും അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. എന്നാൽ ഭൂമിയുടെ ഈ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? 167 km/h വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ വേഗത ഒരു ഭീമൻ നിർമ്മിതി കാരണം കുറയുവാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഞാനിന്ന് വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയാണ്. ഇത്തവണയും ചൈന തന്നെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 2006 നിർമ്മാണം പൂർത്തിയാക്കിയ ചൈനയുടെ ഹൈഡ്രോ ഇലക്ട്രിക് ഗ്രാവിറ്റി ഡാമായ ത്രീ ഗോർജസ് ഡാമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റായ ത്രീ ഗോർജസ് ഡാം ഭൂമിയുടെ ഭ്രമണവേഗതയിൽ ഒരു ദിവസം 0.06 മൈക്രോ സെക്കൻഡിന്റെ കുറവ് വരുത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡാമിന്റെ ഭീമമായ റിസർവോയർ ഭൂമിയുടെ ഭാരവിതരണത്തിലുണ്ടാക്കുന്ന വ്യതിയാനവും അത് ഭൂമിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ഉണ്ടാക്കുന്ന മാറ്റവുമാണ് ഇതിന് കാരണമായി പറയുന്നത്. സ്വന്തം അച്ചുതണ്ടിൽ ഭൂമിക്ക് എത്ര എളുപ്പത്തിൽ ഭ്രമണം ചെയ്യുവാനാകുമെന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഭൂമിയുടെ അച്ചുതണ്ടിന് ചുറ്റും ഭാരം എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ പ്രവർത്തനം. അതായത് ഭൂമധ്യരേഖയുടെ സമീപം ഭാരം കൂടുതലായാൽ അത് ഭൂമിയുടെ ചുറ്റൽ മന്ദഗതിയിലാക്കും. മറിച്ച് ധ്രുവങ്ങളിലാണ് ഭാരം കൂടുന്നതെങ്കിൽ അത് ഭൂമിയുടെ കറക്കം വേഗത്തിലുമാക്കും. 2 കിലോമീറ്റർ നീളവും 185 മീറ്റർ ഉയരവുമായി ചൈനയിലെ യാങ്സി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ത്രീ ഗോർജസ് ഡാമിന്റെ റിസർവോയർ കപ്പാസിറ്റി 40 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. അതായത് 10 ട്രില്യൺ ഗാലൻ വെള്ളം ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള ഈ കൂറ്റൻ നിർമ്മിതി ഭൂമിയുടെ ഭാരവിതരണത്തെയും റൊട്ടേഷണൽ ഡൈനാമിക്സിനെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്. അടുത്തിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ നടത്തിയ പഠനത്തിൽ മനുഷ്യനിർമ്മിതികളും പ്ലാനറ്ററി ഡൈനാമിക്സും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എടുത്തു പറയുകയുണ്ടായി. ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം നാസയിലെ ശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫോങ് ചാവോ ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്: ഭൂമിയിലെ ഭാരത്തിന്റെ വിതരണം അതിന്റെ ഭ്രമണത്തിൽ മാറ്റങ്ങളുണ്ടാക്കും. 0.06 മൈക്രോ സെക്കൻഡ് പെർ ഡേ എന്നത് ചെറിയൊരു സംഖ്യയാണെന്ന് തോന്നിയാലും ഭൂമിയുടെ സ്ഥാനചലനം അടിസ്ഥാനമാക്കി ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. ആധുനിക ലോകത്തിലെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് മേഖലയിലെ ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് ത്രീ ഗോർജസ് ഡാം. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഈ ഡാം 2020 112 ടെറാവാട്ട് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് റിന്യൂവബിൾ എനർജിയുടെ സ്രോതസ് എന്ന നിലയിൽ ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ വലിയ തോതിലുള്ള മനുഷ്യനിർമ്മിതികളുടെ പ്രഭാവം എങ്ങനെയാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെയും പ്രകൃതിയുടെ സ്വാഭാവിക സംവിധാനങ്ങളെയും ബാധിക്കുക എന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ ത്രീ ഗോർജസ് ഡാമിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഫൈക്കസ് മീഡിയ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കും.